ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മക്രോണി പാസ്ത റെസിപ്പി നോക്കാട്ടോ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഏതാണോ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉള്ളത് അതിട്ടാൽ മതി കേട്ടോ. ഇന്നതൊന്നുമില്ല. പിന്നെ ക്യാപ്സിക്കം ഇടാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ സവാള ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇതാകുമ്പോൾ റോസ്റ്റ് ആകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ നോക്കാം കേട്ടോ. അതിലേക്ക് വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ക്യാരറ്റും ക്യാബേജും കോളിഫ്ലവറുമാണ് ചേർക്കുന്നത്. ഏത് വെജിറ്റബിളാണോ അവൈലബിൾ ഉള്ളത് അതിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. കുട്ടികൾ ഇവിടെ തീരെ എരിവ് കൂട്ടില്ല. അപ്പം ഞാൻ അവർക്ക് കുറച്ച് മാറ്റിയതിൻ്റെ ശേഷമാണ് ഞാൻ ചേർക്കുക കേട്ടോ. അപ്പോൾ മാഗി ക്യൂബോ അല്ലെങ്കിൽ മാഗി മസാല ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ മാഗി മസാല ഇട്ടെടുക്കുന്നുണ്ട്. അവിടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഇനി മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഫ്ലേവർ കൂടുതലായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഒക്കെ. കൂടുതൽ മസാല ഇതിൽ കൂട്ടുന്നില്ല കേട്ടോ. ലാസ്റ്റിൽ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം വേകണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കിയാൽ ഒട്ടിപ്പിടിക്കും, അങ്ങനെ കട്ട പിടിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷേ അതിൽ ഉണ്ടാക്കേണ്ട മാതിരി രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ലോണം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. വെള്ളം കുറഞ്ഞു പോയാലാണ് ഒട്ടിപ്പിടിക്കുക കേട്ടോ. നമുക്ക് കുറച്ച് അതിന് സ്പേസ് ഉള്ള മാതിരി വെള്ളം വെക്കണം. എന്നാൽ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് പാസ്തയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ആഡാക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് മുങ്ങിക്കിടക്കണ രീതിയിൽ വേണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചും കൊണ്ടുണ്ടാവും പാസ്ത വെന്ത് കഴിയുമ്പോൾ. എളുപ്പത്തിൽ ഉണ്ടാക്കട്ടോ. നമുക്ക് മറ്റേ ബോയിൽ ചെയ്ത് ഒക്കെ ഇതാക്കുമ്പോഴത്തേനും കുറച്ച് നേരം പോകും. അതേമാതിരി ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും കുട്ടികൾക്ക് സ്കൂൾക്ക് ഉള്ള സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ എല്ലാം തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്ന് അടിച്ചിട്ട് ഒരു വിസിൽ കേട്ടോ. ഒറ്റൊരു വിസിൽ മതി. ഒരു വിസിൽ തന്നെ നന്നായി വെന്ത് കിട്ടും. ഒരു വിസിൽ വന്ന ശേഷം ആവി പോയതിൻ്റെ ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു വിസിൽ വന്നു. ഇനി ആവി പോയ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഒട്ടിപ്പിടിച്ചിട്ടോ, കട്ട പിടിച്ചിട്ടൊന്നുമില്ല. നല്ല വിട്ടിട്ടുണ്ട്. ഞാൻ കുട്ടിയെ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ ഓർഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. ഓർഗാനും കുറച്ച് ചീസും കൂട്ടുന്നുണ്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അത്യാവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏതെങ്കിലും ഒരു സോസ്, കെച്ചപ്പോ അല്ലെങ്കിൽ ഇത് ഞാനത് കൂട്ടുന്നത് പിസ്സൻ്റെ ടോപ്പിംഗ് ആട്ടോ. കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ടിട്ടൊന്ന് നല്ല ചൂടുള്ളതുകൊണ്ട് ആ ചീസ് അപ്പം തന്നെ ഒന്ന് മെൽട്ടായി കിട്ടും കേട്ടോ. അതിൽ കാണാൻ പറ്റുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ ചീസ് അപ്പം തന്നെ മെൽട്ടായി പോയിട്ടോ. ഇനി കുറച്ച് ചീസും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. നമ്മളെ ചീസി പാസ്ത റെഡി കേട്ടോ. ഇതേമാതിരി ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളെ ചീസി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒറിഗാനോ പിന്നെ ചില്ലി ഫ്ലെക്സ് അങ്ങനെ എന്തെങ്കിലും കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.